ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശിവ പാർവതി സംഭാഷണത്തിൽ ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ വെച്ച് നടന്നിരുന്ന ഭാഗവത സത്രത്തിൽ സന്നിഹിതനായിരുന്ന ശൗനകാദി മഹർഷിയുടെ സമീപം സൂതൻ എത്തിച്ചേർന്നു. സൂതനെ വീണ്ടുമണ്ണം സൽക്കരിച്ചിരുത്തിക്കൊണ്ട് കുശലപ്രശാദികൾക്ക് ശേഷം ശൗനക മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു: ഹേ സുത, കർണപീയൂഷങ്ങളായ പുരാണങ്ങളിലെ നിരവധി കഥകൾ ഞങ്ങൾ അങ്ങയുടെ മുഖത്തു നിന്നും ഇതിനു മുമ്പും ധാരാളം കേട്ടിട്ടുണ്ട്. ഇന്ന് ഗർഗാചാര്യ വിരചിതമായ ഗർഗസംഹിതയുടെ മഹാത്മ്യത്തെപ്പറ്റി അങ്ങയിൽ നിന്നും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗർഗനിർമ്മിതമായ ഈ സംഹിത ഒരു ഭാഗവതം തന്നെയാണ്. പരമധന്യമായ ആ കൃതി രാധാമാധവ ലീലകൾ അതിലാണല്ലോ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുള്ളത്. ശൗനക മഹർഷിയുടെ പ്രശ്നത്തിന് ഉത്തരമായി സൂതൻ പറഞ്ഞു: ഹേ ശൗനക, ശിവപാർവതി സംവാദ രൂപത്തിൽ സമ്മോഹന തന്ത്രത്തിൽ സാരമായി കാണിച്ചിട്ടുള്ള ഗർഗസംഹിതാ മാഹാത്മ്യം നാരദ മഹർഷിയിൽ നിന്നുമാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കൈലാസ പർവ്വതത്തിന്റെ ധവളഗിരി ശിഖരത്തിൽ, അക്ഷയവടത്തിന്റെ ചുവട്ടിൽ, അളകനന്ദയുടെ തീരത്ത്, സ്വസ്തികാസനത്തിൽ, സിദ്ധാചരണന്മാരുടെ മധ്യത്തിൽ വിരാജിച്ചരുളുന്ന ശ്രീ മഹാദേവനെ സമീപിച്ച് സർവമംഗളമൂർത്തിയും ജഗദംബിയുമായ പാർവതീദേവി തന്റെ വാഞ്ചിതം അറിയിച്ചു. ഹേ മഹാദേവ, അവിടുന്ന് സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദേവന്റെ അതീവ രഹസ്യമായ ജന്മവും കർമ്മവും അടങ്ങുന്ന ചരിത്രം എനിക്ക് പറഞ്ഞു തരണം. അവിടുത്തെ തിരുമുഖത്തു നിന്നും ഗോപാല സഹസ്രനാമം ഞാൻ ഒരിക്കൽ കേട്ടു. ആ ഭഗവാന്റെ ഗോപാലഭാവത്തിലുള്ള കഥകൾ കൂടി എന്നെ കേൾപ്പിച്ചാലും. ഇത് കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു: ഹേ പാർവതി, ഭഗവതിയുടെ ആഗ്രഹം തുലവും ധന്യം തന്നെ. രാധാപതിയായ ശ്രീകൃഷ്ണന്റെ കഥ ഗർഗസംഹിതയിലാണ് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് കേൾക്കുക. ശ്രീ പാർവതി പരമേശ്വരനോട് പറഞ്ഞു: പുരാണങ്ങളും സംഹിതകളും അനേകമുണ്ടായിരിക്കെ അങ്ങ് ഗർഗസംഹിതയെ പ്രത്യേകം എടുത്തു പറയുവാൻ എന്താണ് കാരണം? ഏതേതു ഭഗവത് ലീലകൾ എങ്ങനെയൊക്കെയാണ് അതിൽ വിസ്തരിച്ചിരിക്കുന്നത്? ആരാൽ പ്രേരിതനായിട്ടാണ് ഗർഗമഹർഷി ഈ സംഹിത രചിക്കാൻ ഇടയായത്? ഗർഗസംഹിതയുടെ ശ്രവണത്താൽ എന്തെന്ത് ഫലങ്ങൾ നേടാം? മുമ്പ് ആരെല്ലാമാണ് ഇത് കേട്ടിരിക്കുന്നത്? എല്ലാം വിസ്തരിച്ചു പറയണം. സൂതൻ പറഞ്ഞു. തന്റെ പ്രാണപ്രേയസിയായ പാർവതപുത്രി ഭഗവത് കഥയിൽ ദത്തശ്രദ്ധയായി ചോദിച്ചത് കേട്ട് മഹേശൻ സന്തുഷ്ടചിത്തനായി സംഹിതയെ മനസ്സിൽ സ്മരിച്ച് എല്ലാവരും കേൾക്കെ മഹാദേവൻ ഉച്ചത്തിൽ അരുളി ചെയ്തു. ശ്രീ പരമേശ്വരൻ പറഞ്ഞു: രാധാമാധവ സംഹിതയുടെ മഹാത്മ്യ ശ്രവണം തന്നെ പാപഹരമാണ്. അവതാരാർത്ഥം ഭൂമിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ആദ്യമായി ഈ കഥ ഭഗവാൻ തന്നെയാണ് രാധയോട് വിസ്തരിച്ചരുളി ചെയ്തത്. പിന്നീട് ഗോലോകത്തിൽ വെച്ച് ശേഷഭഗവാൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വകഥ വിസ്തരിച്ചുപദേശിച്ചു. ശേഷൻ അത് ബ്രഹ്മാവിന് ഉപദേശിച്ചു. ബ്രഹ്മാവ് ധർമ്മനും, ധർമ്മൻ അത് പുത്രന്മാരായ നരനാരായണന്മാർക്കും ഉപദേശിച്ചു. ലോകസേവാനിരതനായ നാരദ മഹർഷിക്ക് നരനാരായണന്മാർ ഏകാന്തത്തിൽ വെച്ച് ഈ കഥ ഉപദേശിച്ചു. ഗർഗാചാര്യൻ പ്രാർത്ഥിച്ചപേക്ഷിച്ചതിനാൽ ശ്രീ നാരായണ മുഖത്തു നിന്നും ശ്രവിച്ച കഥകൾ നാരദൻ ഗർഗമഹർഷിക്ക് വിസ്തരിച്ചു കൊടുത്തു. ഈ കഥാശ്രവണം മൂലം ഗർഗമഹർഷിക്ക് പരമജ്ഞാനവും ഭക്തിയും വർദ്ധിച്ചു. ശ്രീകൃഷ്ണ കഥകൾ കേട്ട് സന്തുഷ്ടനായ ഗർഗാചാര്യൻ നാരദ മഹർഷിയെ പ്രണമിച്ച് വിടവാങ്ങാൻ ഒരുങ്ങിയപ്പോൾ നാരദൻ ഗർഗാചാര്യനോട് പറഞ്ഞു: ഞാൻ ശ്രീകൃഷ്ണ കഥകൾ ഇപ്പോൾ വളരെ സംഗ്രഹിച്ചാണ് ഉപദേശിച്ചിട്ടുള്ളത്. വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രിയമുള്ള ഈ കഥകൾ അങ്ങ് വിപുലീകരിക്കണം. ഇഷ്ടകാമലബ്ധിയും കൃഷ്ണഭക്തിയും ഏകകാലത്ത് ഉണ്ടായിരിക്കുന്നതാണിത്. ഇഷ്ടകാമലബ്ധിയും കൃഷ്ണഭക്തിയും ഏകകാലത്ത് ഉണ്ടാക്കുന്നതാണിത്. ഒരു പരമാത്മാഭൂതമായ പുരാണമായി ഭവിക്കണം. ഞാൻ ഉപദേശിച്ച പ്രകാരം വേദവ്യാസൻ സർവശ്രേഷ്ഠമായ മഹാഭാഗവതം എഴുതിയിട്ടുണ്ട്. അത് വളരെ ഗുഹ്യമായിട്ടാണ് ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. അങ്ങ് ഗർഗസംഹിത രചിച്ചു കഴിഞ്ഞാൽ ഞാനത് വിദേഹാധിപനായ ബഹുലാശ മഹാരാജാവിന് പാടിക്കൊടുക്കുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവ